ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്നത്തെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്ത അവിൽ അടയാണ്. ഇലയില്ലാതെയും നമുക്ക് എങ്ങനെ അട തയ്യാറാക്കിയെടുക്കാമെന്നും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള അളവിൽ എടുക്കാം കേട്ടോ. പൊടി ഞാനിപ്പോൾ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിയുടെ അത്ര ഇല്ലാതെ അതിൻ്റെ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കുറച്ചിട്ട് അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പും. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായിട്ടുള്ള തിളച്ച വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു കുറച്ച് നേരം ചൂടൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. പിന്നെ നമ്മുടെ ചപ്പാത്തി മാവൊക്കെ ഉണ്ടല്ലോ, അതേ രൂപത്തിൽ നമുക്കൊന്ന് ഇതിനെ ആക്കിയെടുക്കാം. എന്നിട്ട് ഓരോരോ ബോളാക്കിയിട്ട് നമുക്ക് ഇതിനെ എടുക്കാം. എന്നിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നെയ്യ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിലോട്ട് അവിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ക്വാണ്ടിറ്റിയിൽ അവിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് അവിൽ മാറ്റിയിട്ട് ആ പാനിലോട്ട് നേന്ത്രപ്പഴം ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് അളവിലെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ ചൂടാക്കിയ അവിലും കൂടെ പഴത്തിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഗ്രേറ്റ് ചെയ്ത് തേങ്ങയും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഏലക്കപ്പൊടി അതും കൂടെ 1 ടീസ്പൂൺ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ശർക്കരപ്പാനി ഉരുക്കിയതും കൂടെ ഇതിലേക്ക് കുറേശ്ശെ ആഡ് ചെയ്യാം. ഇത് അടയിലേക്കുള്ള ഫില്ലിങ്ങിനാണ്. ഇതിനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ എടുത്തിട്ട് ഇതിലോട്ട് ഇത്തിരി നെയ്യും കൂടെ ഒന്ന് പരട്ടി കൊടുത്തതിന് ശേഷം ഇതിന് ഒരു ബൗൾ എടുത്തിട്ട് നമ്മൾ ഈ ഷീറ്റിൽ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി കൊടുത്ത അവിലിൻ്റെ മിക്സ് ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഫോർക്ക് ഉണ്ടെങ്കിൽ ഫോർക്കിൻ്റെ തലപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ എല്ലാ ബോളും ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത് നമ്മുടെ ഇഡ്ഡലി ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് നമുക്കൊരു വാഴൻ്റെ ഇല വേണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ വെറുതെ ഒന്ന് വെച്ചെന്നുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് ആ തട്ടിലൊന്ന് എണ്ണ പുരട്ടി കൊടുത്തതിന് ശേഷം ഈ അട ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഇത് അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ അവിലട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് മാറ്റാം.
അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.